ഇന്നലെയാണ് 111 സ്ഥാനാർത്ഥികളുമായി ബിജെപിയുടെ 5ാം ഘട്ട പട്ടിക പുറത്തു വന്നത്. ഈ പട്ടികയ്ക്ക് ദേശീയ തലത്തിലും ഏറെ പ്രാധാന്യമുണ്ട്. കേരളത്തിന്റെ സാഹചര്യം നമ്മൾ പരിശോധിച്ചതാണ്. ദേശീയ തലത്തിലും വലിയ സസ്പെൻസുകൾ ഉണ്ടായിരുന്നു. കാരണം ഗാന്ധി കുടുംബത്തിൽ നിന്ന് വരുൺ ഗാന്ധി ബിജെപി ചേരിക്കൊപ്പമാണ്, അമ്മ മനേകാ ഗാന്ധിയും ബിജെപിക്കൊപ്പമാണ്. പക്ഷേ ഇത്തവണ വരുൺ ഗാന്ധിക്ക് ബിജെപി സീറ്റ് നൽകുന്നില്ല എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട വരുൺ ഗാന്ധിയുടെ അടുത്ത നീക്കം ഇതോടെ ഉറ്റുനോക്കുകയാണ് ദേശീയ രാഷ്ട്രീയം. പീലിഭിത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട വരുൺ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടെങ്കിലും വരുൺ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ബിജെപിയുടെ 5ാം പട്ടിക പുറത്തു വന്നപ്പോൾ കേന്ദ്രമന്ത്രി അശ്വിനി കുമാർ ചൗബയ്ക്കും സീറ്റില്ല. മത്സരിക്കാനില്ല എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ VK സിംഗിനെ ഒഴിവാക്കി അതുൽ ഗാർഗിനെ സ്ഥാനാർത്ഥിയായി ബിജെപി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭരണഘടന തിരുത്തി എഴുതുമെന്ന് പറഞ്ഞ അനന്ത്കുമാർ ഹെഡ്ഡെയും ഒഴിവാക്കിയാണ് പട്ടിക ഇന്നലെ പ്രസിദ്ധീകരിച്ചത്. പാർട്ടിയിൽ മടങ്ങിയെത്തിയ ജഗദീഷ് ഷെട്ടാറാണ് ബലഗാവിയിൽ സ്ഥാനാർത്ഥിയാവുക എന്ന രാഷ്ട്രീയ സാഹചര്യം കർണാടകയിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. രാകേഷ് ചേരുന്നു. രാകേഷ്, നമ്മൾ പരാമർശിച്ച വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമാവുന്നത് വരുൺ ഗാന്ധിയുടെ നീക്കമാണ്. വരുൺ ഗാന്ധിക്ക് SP-യുടെ വാഗ്ദാനമുണ്ടായിരുന്നു, സീറ്റ് നൽകിക്കൊണ്ട് മത്സരിക്കാമെന്ന വാഗ്ദാനം. ആ വാഗ്ദാനം അദ്ദേഹം ഏറ്റെടുക്കുമോ, അതല്ല സ്വതന്ത്രനായി മത്സരിക്കുമോ, അതല്ലെങ്കിൽ പാർട്ടിക്ക് വിധേയനായി വീണ്ടും BJP-യിൽ തുടരുമോ? എന്തായിരിക്കും ഈ രാഷ്ട്രീയ നീക്കത്തിന്റെ സാധ്യത? സജിത്ത്, പ്രതീക്ഷിച്ചിരുന്നു തന്നെയാണ് ഈ നീക്കം. BJP വരുൺ ഗാന്ധിക്ക് സീറ്റ് നൽകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഒരുപക്ഷെ വരുൺ ഗാന്ധിയും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു കാണണം. ഏതായാലും വരുൺ ഗാന്ധിയെ ഒഴിവാക്കുമ്പോൾ അമ്മ മേനക ഗാന്ധിക്ക് സുൽത്താൻപൂരിൽ വീണ്ടും സീറ്റ് നൽകിയിട്ടുണ്ട് BJP. ഏതായാലും വരുൺ ഗാന്ധി എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന ആകാംക്ഷ ദേശീയ രാഷ്ട്രീയത്തിലുണ്ട്. കാരണം നേരത്തെ തന്നെ സമാജ്വാദി പാർട്ടി വ്യക്തമാക്കിയതാണ് BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക വരട്ടെ, അതിനുശേഷം ഇക്കാര്യത്തിൽ പ്രഖ്യാപനം നടത്താമെന്ന് അഖിലേഷ് യാദവ് തന്നെ പറഞ്ഞതാണ്. നിലവിൽ ഇതിനോടകം തന്നെ സമാജ്വാദി പാർട്ടി നേതാക്കൾ വരുൺ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. അതായത് പിലിഭിത്തിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയാകണമെന്ന ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ വരുൺ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ വരുൺ അതിന് വഴങ്ങിയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി പിന്തുണയോടുകൂടി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും ഇതിന് പ്രയാസമാകുന്ന ഒരു ഘടകം അമ്മ മേനക ഗാന്ധി BJP ടിക്കറ്റിൽ വീണ്ടും മത്സരിക്കുന്നു എന്നുള്ളതാണ്. കാരണം സുൽത്താൻപൂരിൽ വീണ്ടും മേനക ഗാന്ധിക്ക് സീറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും വരുൺ ഗാന്ധി എടുക്കുന്ന തീരുമാനം എന്നത് നിർണായകമാണ്. പിലിഭത്തിൽ ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് ഏപ്രിൽ 19-ന് പിലിഭത്ത് വിധി എഴുതും. അപ്പോൾ 28-ാം തീയതിയാണ് പത്രിക നൽകാനുള്ള അവസാന തീയതി. അപ്പോൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ 1-2 ദിവസത്തിനകം തന്നെ വരുൺ ഗാന്ധിക്ക് തീരുമാനമെടുക്കേണ്ടി വരും. ഏതായാലും മേനക ഗാന്ധിയെ ഒപ്പം നിൽക്കുന്ന നിലപാടാണ് എല്ലാ കാലത്തും വരുൺ ഗാന്ധി സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മേനക ഗാന്ധി കുടുംബവുമായി വലിയ എതിർത്ത് നിൽക്കുമ്പോൾ പോലും ഗാന്ധി കുടുംബവുമായി മികച്ച ബന്ധമുണ്ട്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരുമായി നല്ല ബന്ധം വരുൺ ഗാന്ധിക്കുണ്ട്. അപ്പോൾ പോലും അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് കാലങ്ങളായി വരുൺ ഗാന്ധി സ്വീകരിച്ചു പോരുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ മേനക ഗാന്ധി BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അതിന്റെ എതിർചേരിയിൽ ഒരു സ്ഥാനാർത്ഥിയാകാൻ വരുൺ ഗാന്ധി തയ്യാറാകുമോ എന്നാണ് ഇനി അറിയാനുള്ള വിഷയം. ഏതായാലും 1-2 ദിവസത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കും, അല്ലെങ്കിൽ പ്രതികരണം വരുൺ ഗാന്ധിയുടെ ഭാഗത്തുണ്ടായേക്കും. അങ്ങനെ തന്നെ സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിച്ചാൽ തന്നെ SP-യുടെ പിന്തുണയോടുകൂടി ഇന്ത്യ സഖ്യത്തിന്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഏതായാലും സമാജ്വാദി പാർട്ടി വീണ്ടും വരുണുമായുള്ള ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട്. കാരണം അഖിലേഷ് യാദവ് തന്നെ പറഞ്ഞിരുന്നതാണ് സ്ഥാനാർത്ഥി പട്ടിക വരട്ടെ, അതിനുശേഷം ഒരു തീരുമാനം എടുക്കുമെന്ന് അഖിലേഷ് തന്നെ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവർ ഇതിനോടകം തന്നെ വരുൺ ഗാന്ധിയുമായി ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. സജിത്, രാകേഷ്, ഈ നെഹ്റു കുടുംബത്തിലെ ഭിന്നിപ്പും പിളർപ്പും മേനകാ ഗാന്ധിയും മകന്റെയും പുതിയ BJP-ക്കൊപ്പമുള്ള രാഷ്ട്രീയ ചേരി ഒക്കെ ദേശീയ തലത്തിൽ BJP-ക്ക് എന്നും കോൺഗ്രസിനെതിരെ ആയുധമായിരുന്നു. ആ ഒരു വർഷങ്ങളായുള്ള തുടർച്ചയ്ക്കാണ് ഇപ്പോൾ ഒരു മാറ്റമുണ്ടാവുന്നത്. വരുൺ ഗാന്ധി പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞാൽ അത് ദേശീയ തലത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന പ്രസക്തി ഉണ്ട്. കാരണം അത് കോൺഗ്രസുമായി അടുക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമായി മാറുമോ? പക്ഷേ രാകേഷ് സൂചിപ്പിച്ച പോലെ മേനകാ ഗാന്ധി BJP-ക്കൊപ്പം സ്ഥാനാർത്ഥിയായി തന്നെ തുടരുന്നു, BJP നേതാവായി തുടരുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇതിൻ്റെ ഒരു സാധ്യത നമുക്ക് എത്രമാത്രം കാണാൻ കഴിയും? ഒപ്പം ഈ BJP-യുമായി ഇടഞ്ഞാൽ വരുൺ ഗാന്ധിക്ക് ഇനി അങ്ങ് പാർട്ടിക്കൊപ്പം BJP-ക്കൊപ്പം തുടരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമോ? സജിത്ത്, വരുൺ ഗാന്ധി ഏറെക്കുറെ ഉറപ്പിച്ചു തന്നെയായിരുന്നു ഈ സീറ്റ് കിട്ടില്ല എന്നുള്ളത്. കാരണം സമീപ
വരുൺ ഗാന്ധി എടുത്ത നിലപാടുകളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനെതിരായിരുന്നു. ഒപ്പം തന്നെ വലിയ വിമർശനം യോഗി സർക്കാരിനെതിരെയും വരുൺ ഗാന്ധി കൈക്കൊണ്ടിരുന്നു. അതായത് കർഷക സമരത്തിൽ കർഷകർക്കൊപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു വരുൺ ഗാന്ധി സ്വീകരിച്ചിരുന്നത്. ഒപ്പം ലഖിംപൂർ കേരിയിൽ സമരം ചെയ്ത കർഷകർക്ക് നേരെ വാഹനം ഇടിച്ചു കയറ്റുന്ന സംഭവം ഉണ്ടായി. കേന്ദ്രമന്ത്രിയുടെ മകൻ വാഹനം ഇടിച്ചു കയറ്റിയ സംഭവം ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായി വിമർശിച്ച നേതാവാണ് വരുൺ ഗാന്ധി. അപ്പോൾ ദേശീയ നേതൃത്വത്തിനും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനും ഒരുപോലെ ഒട്ടും യോജിക്കാൻ കഴിയാത്ത നേതാവായി വരുൺ ഗാന്ധി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം നീക്കം വരുൺ ഗാന്ധിയും പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ സജിത് സൂചിപ്പിച്ച പോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി കുടുംബത്തിന്, കോൺഗ്രസിലെ ഗാന്ധി കുടുംബത്തിന് ഒരു ബദലായിരുന്നു BJPയിലെ ഗാന്ധി കുടുംബാംഗങ്ങളായിരുന്നു ഈ രണ്ടുപേരും, വരുൺ ഗാന്ധിയും ഒപ്പം തന്നെ മേനക ഗാന്ധിയും. 84-ൽ അതായത് സഞ്ജയ് ഗാന്ധിയുടെ മരണശേഷം ഇന്ദിരയുമായി കലഹിച്ചുകൊണ്ടാണ് മേനക ഗാന്ധി വീട് വിട്ടിറങ്ങുന്നത്. പിന്നീട് 84-ൽ അവർ സ്വതന്ത്രയായി മത്സരിക്കുന്നു. പിന്നീട് ജനതാ പാർട്ടിയിൽ മത്സരിക്കുന്നു. അതിനുശേഷം BJPയിൽ വന്നുകൊണ്ട് തുടർച്ചയായി മത്സരിക്കുന്നു. 2014 ഒന്നാം മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തിരുന്നു. വരുൺ ഗാന്ധിയും സമാനമായി 2009 മുതൽ സുൽത്താൻപൂരിലും ഒപ്പം തന്നെ പിലിഭിത്തിൽ നിന്നുമായി പാർലമെന്റ് അംഗമാണ്. അപ്പോൾ അതിനാണ് ആ ഒരു തുടർച്ചയ്ക്കാണ് ഇപ്പോൾ ഏതായാലും മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഇനി വരുൺ ഗാന്ധി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതായിരിക്കും നിർണായകമായ കാര്യം. അതായത് അമ്മയെ മറികടന്നുകൊണ്ട് ഒരു തീരുമാനം വരുൺ ഗാന്ധി കൈക്കൊള്ളുമോ? കാരണം ഇപ്പോഴും ഗാന്ധി കുടുംബത്തിന്റെ കടുത്ത വിമർശകയാണ് മേനക ഗാന്ധി. ഒപ്പം അവർ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് മണ്ഡലങ്ങളും റായ്ബറേലിയും അമേഠിയും അയൽ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് പോലെ അതിനോട് ചേർന്ന് കിടക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ്. അതായത് സുൽത്താൻപൂരും പിലിഭിത്തും അമേഠിയും റായ്ബറേലിയും എങ്ങനെയാണോ അതിന് സമാനമായി ചേർന്ന് കിടക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ്. അപ്പോൾ അവിടെ വരുൺ ഗാന്ധി BJP സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അത് മേനക ഗാന്ധിയെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് വരുൺ ഗാന്ധി കടക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഏതായാലും അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു രാഷ്ട്രീയ നീക്കമായി തന്നെ കാണേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി വരുൺ ഗാന്ധി വരുന്നു എന്നുള്ളത് പ്രതിപക്ഷ കക്ഷികൾക്കും വലിയ ഊർജ്ജം നൽകും. പ്രത്യേകിച്ച് UPയിൽ വലിയ മുന്നേറ്റം BJP പ്രതീക്ഷിക്കുന്ന ഈ ഘട്ടത്തിൽ. സജിത്. രാകേഷ്, ഒരു കാര്യം കൂടി, ഈ വരുൺ ഗാന്ധിയുടെ നീക്കത്തിനും അപ്പുറം BJPയുടെ ഈ 5ാം ഘട്ട പട്ടിക പുറത്തു വന്നതിന് ശേഷം അതിന്റെ മറ്റ് സസ്പെൻസുകളും രാഷ്ട്രീയ നീക്കങ്ങളും അത് ദേശീയ തലത്തിൽ എങ്ങനെ പ്രതിഫലിക്കാനാണ് സാധ്യത? പ്രത്യേകിച്ച് ഈ ജഗദീഷ് ഷെട്ടാറിനെ കർണാടകയിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം, അദ്ദേഹത്തിന്റെ വിമത നീക്കത്തിനൊടുവിൽ വീണ്ടും BJPക്കൊപ്പം ചേരുമ്പോൾ അത് കർണാടകയിലെ BJPയുടെ ഇത്തവണത്തെ രാഷ്ട്രീയ നീക്കങ്ങളിൽ കൂടുതൽ കരുത്ത് പകരുന്നതാകുമോ? ഒപ്പം മറ്റ് ഈ പട്ടികയിലെ പ്രത്യേകതകൾ അതൊക്കെ എങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കും? BJPയുടെ പരമ്പരാഗതമായ ഒരു കോർ വോട്ട് എന്ന് പറയുന്നത് ലിംഗായത്ത് വോട്ടുകളാണ്. ഈ ലിംഗായത്ത് വോട്ടുകളിൽ വലിയ രീതിയിലുള്ള വിള്ളൽ വീണതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2023 മെയ് മാസത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടിയായത്. അന്ന് BJP വിട്ട രണ്ട് പ്രധാനപ്പെട്ട ലിംഗായത്ത് നേതാക്കളിൽ ഒരാളായിരുന്നു ജഗദീഷ് ഷെട്ടർ, മറ്റൊന്ന് ലക്ഷ്മൺ സവദി ആയിരുന്നു. ലക്ഷ്മൺ സവദി ഇപ്പോഴും കോൺഗ്രസിനൊപ്പമുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധാർവാഡ് മണ്ഡലത്തിൽ നിന്ന് തോറ്റ ജഗദീഷ് ഷെട്ടർ പിന്നീട് BJPയിൽ തിരിച്ചെത്തുകയാണ് ചെയ്തത്. അത് ഷെട്ടാറിന് മാത്രം താല്പര്യമായിരുന്നില്ല, മറിച്ച് ഷെട്ടറിനെ കൊണ്ടുവരിക എന്നുള്ളത് BJPയുടെ കൂടി ആവശ്യമായിരുന്നു. അതായത് ലിംഗായത്ത് വോട്ടുകളെ ഒപ്പം നിർത്തുക എന്നുള്ളത്. കാരണം ഷെട്ടർ തോറ്റു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഷെട്ടർ അടക്കമുള്ളവർ മാറി നിൽക്കുമ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു പല മണ്ഡലങ്ങളെയും ബാധിക്കുമെന്ന ആശങ്ക BJPക്കും ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഷെട്ടറിനെ തിരിച്ചു കൊണ്ടുവന്നതും ഇപ്പോൾ ഏതായാലും 5ാം ഘട്ട പട്ടികയിൽ ബലഗാവിയിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ BJPയുടെ പട്ടികയിൽ ഏറ്റവും വലിയ പ്രത്യേകത 5 തവണ MP ആയിട്ടുള്ള ഉത്തരകന്നഡ MP ആയിട്ടുള്ള അനന്ത്കുമാർ ഹെഗ്ഡെയെ ഒഴിവാക്കി എന്നുള്ളതാണ്. അടുത്ത കാലത്ത് ഹെഗ്ഡെയുടെ പരാമർശം വലിയ വിവാദമായിരുന്നു. അതായത് 400-ന് മുകളിൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഭരണഘടന തിരുത്തി എഴുതും എന്ന് ഹെഗ്ഡെ പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സീറ്റ് അദ്ദേഹത്തിന് നിഷേധിച്ചതും കഴിഞ്ഞ തവണ നിയമസഭാ സ്പീക്കറായ വിശ്വേശ്വർ ഹെഗ്ഡെ കാഗേരിയെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ രണ്ടു പേരും ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ വക്താക്കളാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഏതായാലും അനന്ത്കുമാർ ഹെഗ്ഡെയെ തഴഞ്ഞുകൊണ്ട് വിശ്വേശ്വർ ഹെഗ്ഡെ കാഗേരിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് BJP എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. ഒപ്പം പരാജയപ്പെട്ട മറ്റൊരു നേതാവാണ് ആരോഗ്യമന്ത്രിയായിരുന്ന കെ സുധാകരന് ചിക്ബല്ലാപൂർ സീറ്റ് നൽകാനുള്ള തീരുമാനത്തിലും ഇപ്പോൾ BJP എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും വലിയ മാറ്റങ്ങൾ കർണാടകയിലെ സ്ഥാനാർത്ഥി പട്ടികയിലും പ്രകടമാണ്. സജിത്ത്.